ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമി പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കണ്ട ശേഷം എല്ലാവരും ഇത് കാണുക. പാർട്ട് 1 നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. ഓക്കെ. ബസാൾട്ട് ശിലകൾ ഡെക്കാൻ ഭൂമിയിൽ കാണപ്പെടുന്ന ശിലകളാണ് ബസാൾട്ട് ശിലകൾ. ബസാൾട്ട് ശിലകൾ എവിടെയാണ് കാണപ്പെടുക? ഡെക്കാൻ പീഠഭൂമിയിൽ. അതായത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായി തരംതിരിച്ചിരുന്നു. അപ്പം പെനിസുലാർ പീഠഭൂമി അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഏത് പീഠഭൂമി? ഡെക്കാൻ പീഠഭൂമി. അപ്പം ഉപദ്വീപീയ പീഠഭൂമിയിലെ ആ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ശിലകളാണ് ബസാൾട്ട് ശിലകൾ. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായിട്ട് ലാവ തണുത്തുറഞ്ഞാണ് ഇവ രൂപപ്പെടുന്നത്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയിൽ അല്ലെങ്കിൽ ഡെക്കാൻ ട്രാപ്സ് അവിടെ കാണപ്പെടുന്ന ശിലകളാണ് ബസാൾട്ട് ശിലകൾ. ഇതാണ് ബസാൾട്ട് ശിലയുടെ ചിത്രം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി ലാവ തണുത്തുറഞ്ഞാണ് ബസാൾട്ട് ശിലകൾ രൂപപ്പെടുന്നത്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പീഠഭൂമിയായ ഡെക്കാൻ പീഠഭൂമിയിൽ ബസാൾട്ട് ശിലകളാണ് കാണപ്പെടുന്നത്. അതിനാൽ അവിടെ കാണുന്ന മണ്ണ് കറുത്ത മണ്ണായിരിക്കും. കാരണം ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. അപ്പം ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. അപ്പം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത് കറുത്ത മണ്ണായിട്ട് മാറുക. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ശില ബസാൾട്ട് ശില, മണ്ണ് കറുത്ത മണ്ണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ കുറിച്ചാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഈ ചിത്രത്തിൽ കാണുന്ന ഇതാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പം നമ്മുടെ ഉപദ്വീപീയൻ പീഠഭൂമിയുടെ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി ഇതാ ഇവിടം വരെ ഉണ്ട്. അപ്പൊ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഇതാണ് ഡെക്കാൻ പീഠഭൂമി, മുകളില് സെൻട്രൽ ഐലാൻഡ് ആണ്. അപ്പം ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കുകിഴക്കൻ ഭാഗത്താണ്, നോർത്ത് ഈസ്റ്റ് വടക്കുകിഴക്കൻ ഭാഗത്താണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിക്ക് രണ്ട് ഭാഗമുണ്ട്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഒന്നേതാണ് ഡെക്കാൻ പീഠഭൂമിയും രണ്ട് സെൻട്രൽ ഐലാൻഡും. അപ്പം ഡെക്കാൻ പീഠഭൂമിയുടെ ഇവിടെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ മൊത്തം ഇവിടം വരെ ഉപദ്വീപീയ പീഠഭൂമി ഉണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഛോട്ടാ നാഗ്പൂർ, വടക്കിഴക്കൻ ഭാഗത്താണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പം ഈ പീഠഭൂമിയെ നമ്മുടെ ഇന്ത്യയുടെ ധാതു കലവറ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അപ്പൊ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് ധാതു സമ്പത്ത് ഇവിടെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ധാരാളം ധാതു സമ്പത്തുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ധാതു കലവറ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അതുകൊണ്ടാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത്. കാരണം അവിടെ കൽക്കരി, ഇരുമ്പയിര്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാരാളം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ധാതു കലവറ അങ്ങനെ പറയാൻ കാരണം അവിടെ ഏതൊക്കെ അയിരുകളാണ് അടങ്ങിയിരിക്കുന്നത്? കൽക്കരി, ഇരുമ്പയിര്, മൈക്ക, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഇവിടെ വൻതോതിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്ന് അറിയപ്പെടുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കടന്നു പോകുന്നത്? നമുക്ക് നോക്കാം. ജാർഖണ്ഡിന് പുറമെ ഒഡീഷ, പശ്ചിമ ബംഗാൾ, ഒഡീഷ,
പശ്ചിമ ബംഗാള്, ബീഹാർ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഒറീസ, ജാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമ ബംഗാള്, ബീഹാർ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കടന്നു പോകുന്നത്. അപ്പൊ നമുക്കിതിൽ നോക്കാം. ഛത്തീസ്ഗഡ്, ഒഡീഷ, പശ്ചിമ ബംഗാള്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കടന്നു പോകുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. അപ്പൊ ഈ സംസ്ഥാനങ്ങളിലൂടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇനി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗം അറിയപ്പെടുന്ന പേര് പരസ്നാഥ് കുന്നുകൾ. പരസ്നാഥ് കുന്നുകൾ ജാർഖണ്ഡിലാണ്. അപ്പം ജാർഖണ്ഡിലെ ഏറ്റവും വലിയ പർവ്വതവും ഉയരം കൂടിയ കൊടുമുടിയുമാണ് പരസ്നാഥ് ഹില്ല്. പരസ്നാഥ് കുന്നുകൾ ഏത് പീഠഭൂമിയിലാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. പരസ്നാഥ് കുന്നുകൾ നമുക്കറിയാം, അതായത് ശിവന്റെ വളരെ ആരാധിക്കുന്ന കുന്നാണ് പരസ്നാഥ് കുന്ന്. ശിവന്റെ പ്രതിഷ്ഠ, അതായത് ശിവന്റെ ആരാധനാ കേന്ദ്രമാണ് പരസ്നാഥ് കുന്ന്. പരസ്നാഥ് കുന്ന് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ഏറ്റവും വലിയ പർവ്വതവും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് പരസ്നാഥ് ഹില്ല്. അത് ഏത് പീഠഭൂമിയിലാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ധാതുക്കളുടെ ലഭ്യത കാരണം ജംഷഡ്പൂർ, ബൊറോക്കോ തുടങ്ങി നിരവധി വ്യവസായ നഗരങ്ങൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലുണ്ട്. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ഒരുപാട് ധാതു നിക്ഷേപം ഉള്ളതുകൊണ്ട് അവിടെ ധാരാളം വ്യാവസായിക നഗരങ്ങളുണ്ട്. അപ്പം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന വ്യാവസായിക നഗരങ്ങളാണ് ജംഷഡ്പൂറും, പിന്നെ ഏതാണ്? ജംഷഡ്പൂറും ബൊറോക്കോ സിറ്റിയും. ബൊറോക്കോ സ്റ്റീൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഒരുപാട് സ്റ്റീൽ പ്ലാന്റുകൾ ഉണ്ട്, അതുകൊണ്ടാണ് സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പൊ ജംഷഡ്പൂർ ടാറ്റ നഗർ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കുക, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ധാരാളം ധാതു സമ്പത്തുള്ളത് കൊണ്ട് നിരവധി വ്യാവസായിക നഗരങ്ങൾ അവിടെയുണ്ട്. അവിടെയുള്ള രണ്ട് പ്രധാന വ്യാവസായിക നഗരങ്ങളാണ് ജംഷഡ്പൂറും ബൊറോക്കോ സ്റ്റീൽ സിറ്റിയും. ജംഷഡ്പൂറും ബൊറോക്കോ സ്റ്റീൽ സിറ്റിയും ഏത് പീഠഭൂമിയിലാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. ഇനി എന്താണ് ജംഷഡ്പൂറും ബൊറോക്കോയും തമ്മിലുള്ള വ്യത്യാസമെന്ന് നോക്കാം. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ജംഷഡ്പൂറും ബൊറോക്കോയും സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ജംഷഡ്പൂർ ജാർഖണ്ഡിലെ ഏറ്റവും വലിയ നഗരമാണ്. ടാറ്റ നഗർ എന്ന് ജംഷഡ്പൂർ അറിയപ്പെടുന്നുണ്ട്. ബൊറോക്കോ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉരുക്ക് നിർമ്മാണശാലകളിൽ ഒന്നാണ്. ബൊറോക്കോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉരുക്കു നിർമ്മാണശാലകളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഇത് സ്റ്റീൽ സിറ്റി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് ബൊറോക്കോ, ജംഷഡ്പൂർ, രണ്ടും ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊറോക്കോ ജംഷഡ്പൂർ ചിത്രത്തിലുണ്ട്. ബൊറോക്കോ ജംഷഡ്പൂർ. അപ്പം ഇത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വ്യാവസായിക നഗരങ്ങളാണ്. ഇനി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യാവസായിക നഗരങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു പോവാം. ഒന്ന് നമ്മൾ പറഞ്ഞു, ജംഷഡ്പൂർ ടാറ്റ സ്റ്റീൽ കമ്പനിയാണ്. അതായത് 1907 സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇരുമ്പുരുക്ക് ശാലയാണ് ജംഷഡ്പൂർ. അപ്പോൾ ടാറ്റ സ്റ്റീൽ എന്നറിയപ്പെടുന്ന ജംഷഡ്പൂർ 1907 സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇരുമ്പുരുക്ക് ശാലയാണ്.
ഇനി ബൊറോക്കോ സ്റ്റീൽ പ്ലാന്റ്, ജാർഖണ്ഡിലെ ബൊറോക്കോയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് പൊതുമേഖലാ സ്ഥാപനമായ സെയിലിന്റെ കീഴിലാണ്. അടുത്തത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ഇത് ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. അടുത്ത ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിലാണ്. ദാമോദർ നദിക്കരയിലാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഇസ്കോ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിലെ അൻസോളയിൽ ബെയിൻപൂരിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇസ്കോ സ്റ്റീൽ പ്ലാന്റ്. അപ്പൊ ഏതൊക്കെയാണ്? ജംഷഡ്പൂരിൽ ടാറ്റ സ്റ്റീൽ, ബൊറോക്കോ സ്റ്റീൽ പ്ലാന്റ്, പിന്നെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്, ഇസ്കോ സ്റ്റീൽ പ്ലാന്റ്. ഇതൊക്കെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റീൽ വ്യാവസായിക ശാലകളാണ്. മേഘാലയ പീഠഭൂമിയുടെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. മേഘങ്ങളുടെ ആലയം എന്ന പേരിലാണ് മേഘാലയ അറിയപ്പെടുന്നത്. അത്യധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളായ മൗസിൻഡ്രം, ചിറാപുഞ്ചി എന്നിവ ഈ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മേഘാലയ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ മേഘാലയ പീഠഭൂമി, അത് മേഘാലയ പീഠഭൂമി മേഘാലയയുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ് മേഘാലയ പീഠഭൂമി. അതായത് ഇന്ത്യയുടെ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ വരുന്നതാണ് മേഘാലയ പീഠഭൂമി. അത്യധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ മൗസിൻഡ്രം, ചിറാപുഞ്ചി എന്നിവ ഈ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻഡ്രം. മൗസിൻഡ്രം മേഘാലയ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പീഠഭൂമിയിൽ പ്രധാനമായും 3 കുന്നുകളാണുള്ളത്. അതാണ് ഗാരോ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്തിയ കുന്നുകൾ. നമ്മൾ പറയുന്ന ഖാസി, ഗാരോ, ജയന്തിയ. മേഘാലയ പീഠഭൂമി, മേഘാലയ എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ ആലയം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം, ചിറാപുഞ്ചി എന്നിവ ഈ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പീഠഭൂമിയിലെ പ്രധാന 3 കുന്നുകളാണ് ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ. അപ്പം ഇതാണ് മേഘാലയ പീഠഭൂമിയുടെ ചിത്രം. ഇതിനെ നമ്മൾ ഷില്ലോങ് പീഠഭൂമി എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇത് മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ് ആയതുകൊണ്ട് ഇതിനെ ഷില്ലോങ് പീഠഭൂമി എന്നും പറയുന്നുണ്ട്. മേഘാലയ പീഠഭൂമി ഇന്ത്യൻ ഉപദ്വീപിന്റെ ഭാഗം തന്നെയാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഭാഗം തന്നെയാണ്. അതായത് ഇന്ത്യൻ ഉപദ്വീപ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടുന്നിട്ട് നമ്മൾ ഇന്ത്യൻ ഉപദ്വീപ് നമ്മൾ വരയ്ക്കുമ്പം ഇത്ര ഏരിയ വരുന്നുള്ളൂ അല്ലെ. പക്ഷെ മേഘാലയ ഇന്ത്യൻ ഉപദ്വീപിന്റെ പുറത്താണ് കാണപ്പെടുന്നതെങ്കിലും മേഘാലയ പീഠഭൂമി ഇന്ത്യൻ ഉപദ്വീപിന്റെ ഭാഗം തന്നെയാണ്. മേഘാലയ പീഠഭൂമി അറിയപ്പെടുന്ന പേരാണ് ഷില്ലോങ് പീഠഭൂമി. കാരണം മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ്. പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. നമ്മൾ പഠിക്കുന്നത് മാൾവ. ഇന്ത്യൻ ഉപദ്വീപ് പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ്, അതായത് വെസ്റ്റ് നോർത്ത് വരച്ചിട്ടുണ്ട്. വെസ്റ്റ് നോർത്ത് വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. ഏതാണ്? മാൾവ പീഠഭൂമി. ഏതാണ് മാൾവ? ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് മാൾവ. ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നതാണ് മാൾവ പീഠഭൂമി. ഏതാണ്? മാൾവ. വടക്ക് ആരവല്ലി പർവ്വതം, അതായത് മാൾവ പീഠഭൂമിയുടെ വടക്ക് ആരവല്ലി പർവ്വതവും തെക്ക് വശത്ത് വിന്ധ്യ സത്പുര, നമ്മൾ കാണുന്ന വിന്ധ്യ സത്പുര പർവ്വതനിരകളുമാണ് ഇതിന്റെ അതിരുകൾ. അപ്പം വടക്ക് മാൾവ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്ത് ആരവല്ലി പർവ്വതവും തെക്ക് ഭാഗത്ത് വിന്ധ്യ സത്പുര പർവ്വതനിരകളുമാണ് ഉള്ളത്. പ്രധാനമായും മാൾവ പീഠഭൂമി മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ മാൾവ പീഠഭൂമിയുടെ അതിരുകൾ ആരവല്ലി പർവ്വതവും പിന്നെ വിന്ധ്യ സത്പുര പർവ്വതനിരകളുമാണ്. വടക്ക് ആരവല്ലിയും തെക്ക് വശത്ത് വിന്ധ്യ സത്പുര പർവ്വതനിരകളുമാണുള്ളത്. മധ്യപ്രദേശും രാജസ്ഥാനിലൂടെയാണ് മാൾവ പീഠഭൂമി കടന്നു പോകുന്നത്. പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളെല്ലാം യമുന നദിയുടെ പോഷക നദികളാണ്.
ഏതൊക്കെയാണ്? ചമ്പൽ, ബെത്തുവ, കെന്ന്, കാളി, സിന്ധ്. അപ്പോൾ ചമ്പൽ, ബെത്തുവ, കെന്ന്, കാളി, സിന്ധ് ഇവയൊക്കെ യമുന നദിയുടെ പോഷക നദികളാണ്. ഇവ ഒഴുകുന്നത് മാൾവ പീഠഭൂമിയിലൂടെയാണ്. അപ്പോൾ മാൾവ പീഠഭൂമിയിൽ ഒഴുകുന്ന നദികളായ ചമ്പൽ, ബെത്തുവ, കെന്ന്, കാളി, സിന്ധ് എന്നിവയെല്ലാം ആരുടെ പോഷക നദികളാണ്? യമുന നദിയുടെ പോഷക നദികളാണ്. അപ്പം നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്തത്. മൂന്നാമത്തെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ പഠിക്കുന്നത് ലോകത്തിലെ ഉപദ്വീപുകളെ കുറിച്ചാണ്. അതായത് ലോകത്തിലാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഇന്ത്യൻ ഉപദ്വീപിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പെനിസുലാർ പീഠഭൂമിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.